ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗീയ സന്ദേശം എന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളാണ്. നമുക്കറിയാം, പെസഹ വ്യാഴാഴ്ച കഴിഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു. ഈ ഞായറാഴ്ച ഈസ്റ്റർ, അതായത് യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് പകർന്നു തരുവാൻ ദൈവനിയോഗത്താൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായി ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒത്തിരി ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ ഒക്കെ ചുമന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. പാപമില്ലാത്ത കർത്താവ് പാപികളായ നമ്മുടെ പാപങ്ങൾക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി നമ്മുടെ സകല പാപങ്ങളെയും താൻ ഒരു പൈമര കുരിശിൽ ചുമന്ന് ഗതശമന മുതൽ ഗോൽഗത്ത വരെ നടന്നു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, പടയാളികളുടെ ചാട്ടവാറടി കൊണ്ട് വളരെ പ്രയാസപ്പെട്ടു, ഭാരപ്പെട്ടു. കുറേനക്കാരനായ ശിവമോനെ യേശു തൻ്റെ കുരിശുമായി നിലത്തേക്ക് വീണപ്പോൾ ആ കുരിശിനെ കുറേനക്കാരനെ ശിവമോനെ കൊണ്ട് ചുമക്കി. അങ്ങനെ വളരെയധികം ത്യാഗപരമായ കഷ്ടതയിലൂടെ കർത്താവ് തൻ്റെ ഓരോ തുള്ളി ചോരയും നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി നൽകിയതായിട്ട് വേദപുസ്തകം, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആമേ സ്തോത്രം, യേശു കർത്താവിനെ ഗതശമനയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇടത്തും വലത്തുമുള്ള കള്ളന്മാർ ആമേ സ്തോത്രം കർത്താവിൻ്റെ ഇരുവശങ്ങളിലും അവരും കർത്താവിനോടൊപ്പം തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദയനീയമായ ഒരു കാഴ്ചയാണ് ആ ഗോൽഗൊഥ മലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി ആമേൻ പെസഹ വേഴവും ദുഃഖവെള്ളിയൊക്കെ കുറിച്ച് എൻ്റെ പ്രിയ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശു കർത്താവിനെ കുരിശിൽ നിന്നും തൻ്റെ പ്രാണനെ വിട്ടു. ദൈവമേ ദൈവമേ, ആമേ സ്തോത്രം, ആ ദൈവത്തിൻ്റെ ആ നിലവിളി തന്നെ ഒരു ഭയാനകമായ നിലവിളിയാണ്. കഴിയുമെങ്കിൽ എൻ്റെ ഈ പാനപാത്രമെങ്കിൽ നിന്നും എടുക്കണമേ. ഹല്ലേലൂയ. ഓ കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അത് നിൻ്റെ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ പദപ്രയോഗത്തിലും കർത്താവ് നമുക്ക് വേണ്ടിയാണ് ഇത്രയും ത്യാഗം സഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരെ, അങ്ങനെ തൻ്റെ പ്രാണന് വിടുവാനിടയായി അവിടെ വച്ച് ആവേ കുരിശിൽ നിന്നും യേശുവിനെ താഴെ ഇറക്കി ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ തന്നെ അടക്കം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഈ തന്നെ അടക്കം ചെയ്തതിന് ശേഷം ആമേ 66 റോമൻ പട്ടാളക്കാരെ യേശുവിൻ്റെ കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിർത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ആമേൻ എന്തിനിത്രത്തോളം ത്യാഗം സഹിച്ചു? ഇതിൻ്റെ ഒന്നും ആവശ്യം എൻ്റെ കർത്താവിനില്ല. പക്ഷേ കർത്താവിനൊരു ദൈവിക നിമിത്തമുണ്ട്. നമ്മളെല്ലാവരും ഭൂമിയിൽ ആമേൻ ദൈവമക്കളായി തീരുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, ആമേൻ സ്തോത്രം, രോഗത്തിലും ഭാരത്തിലുമായിരുന്നവർക്ക് വിടുതലും ആശ്വാസവും ലഭിക്കുവാൻ, അവരുടെ കഷ്ടതയുടെ നടുവിൽ അവർക്ക് ആമേൻ സ്തോത്രം ആ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റി അവർക്ക് വിടുതലും ആശ്വാസവും നൽകുന്നതിന് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഇത്രത്തോളം ത്യാഗം സഹിച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം, നിത്യജീവന്റെ അവകാശികളായി നമ്മൾ തീരണമെങ്കിൽ, ആ ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ പരിശുദ്ധനായ ദൈവം ഹല്ലേലൂയ
ഹല്ലേലൂയ. ഈ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നേ മതിയാവൂ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പറയുന്നു, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിപ്പാനാണ്. ഹല്ലേലൂയ. പാപത്തിൽ ജീവിക്കുന്നവരെ അതിൽ നിന്നും ആമേൻ വിടിവിച്ച് തൻ്റെ സ്വന്തം രക്തത്താൽ കഴുകി ആ പ്രാണനാഥന്റെ ജീവപുസ്തകത്തിൽ, ആ സ്വർഗരാജ്യത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടതിന് വേണ്ടിയാണ്. അതിനാണ് കർത്താവ് ഇത്രത്തോളം ത്യാഗം സഹിച്ച്. ഇതൊന്നും ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ആമേൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അറിയാത്തതുപോലെ നമ്മൾ പിന്നെയും പാപക്കുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ യേശു കർത്താവിനെ ഈ പട്ടാളക്കാർ കാവൽ നിൽക്കേ മൂന്നാമത്തെ ദിവസം കല്ലറ ഭേദിച്ചു. ഹല്ലേലൂയ. ആമേൻ. കല്ലറ ഭേദിച്ച് എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഈ കർത്താവിനെ അടക്കം ചെയ്തതിന് ശേഷം മർദ്ദനക്കാരത്തി മറിയം തൻ്റെ ശിഷ്യന്മാരെല്ലാം വളരെ വേദനയോ പ്രയാസവും കൊണ്ട് അവർ ആയിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് മുന്നമേ പറഞ്ഞ പ്രകാരം, ഓ ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, കർത്താവിനെ അടക്കം ചെയ്ത ഈ റോമൻ പടയാളികൾ നിൽക്കവേ കല്ലറ ഭേദിച്ച് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. മർദ്ദനക്കാരത്തി മറിയം പോയി അവിടെ നോക്കിയപ്പോൾ യേശുവിനെ കാണാനില്ല. ആമയെ റുമാലും ആമയെ വസ്ത്രങ്ങളും അവിടെ കിടക്കുന്നു. ആ സഹോദരി ഓടി വന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിനെ ഇവിടെ കാണാനില്ല. അതാണ് നമ്മൾ ഇവിടെ കുറിവാക്യമായി വായിച്ചത്. ആമേൻ. യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നടുവിലേക്ക് അവൻ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയും മാത്രമല്ല അവൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് അധികം സന്തോഷമായി. അധികം അവർക്ക് ആ ജീവിതത്തിൽ നേരത്തെ ആയിരുന്ന അവസ്ഥയല്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാന്യ സ്തോത്ര സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുണ്ടോ? നമ്മൾ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി കർത്താവ് പാപത്തെ ചുമന്ന് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ ദിവസമാണ് ഇന്ന് ലോകമെമ്പാടും ഈസ്റ്ററായി അതിഭയങ്കരമായ ആഘോഷങ്ങൾ നടക്കപ്പെടുന്നത്. ഈ ആഘോഷങ്ങൾ നടക്കപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന, ഈ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു ദൈവിക ആലോചന, നിങ്ങൾ ഈ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ പാപത്തിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇല്ല എങ്കിൽ ഈ അന്ത്യ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി പാപങ്ങളെ ചുമന്ന ഹല്ലേലൂയ പ്രാണനാഥൻ നിങ്ങളോട് ഒരു ദൈവികാലോചന പറയുകയാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം രണ്ടാമത്തെ വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിങ്ങൾ പഴയ നിലവാരത്തിൽ നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം മകളായി ചേർത്തുകൊള്ളും. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിവസം ഈ സ്തോത്രം, ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സ്തോത്രം, ഈ ഐതിഹ്യ ദിവസത്തിൽ നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ പാപത്തിൽ നിന്നും? ഇല്ല എങ്കിൽ വെളിപ്പാട് യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ എവിടെയാണ് വീണതെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവിടെ നിന്നും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ പിന്നെയും നിങ്ങളെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ ഞാൻ ചേർത്തുകൊള്ളും. അങ്ങനെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും പാപമെന്ന് അഴുക്കുചാലിൽ കിടക്കുന്നു എങ്കിൽ നിങ്ങൾ അവിടെ ആയിരുന്ന ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിങ്ങൾ നിലവിളിച്ചാൽ അവൻ്റെ രക്തത്താൽ കഴുകി അവൻ നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാനിടയായിത്തീരും. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഒരുത്തനും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം മാറിപ്പോയി. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതം ഈ കർത്താവിൻ്റെ ഉയർപ്പിൻ ദിവസത്തിൻ്റെ ഈ ഓർമ്മകൾ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആധികാരികതകളെ ഈ വചനത്തിലൂടെ കേട്ടതുപോലെ വീണ സ്ഥലം മനസ്സിലാക്കി പാപത്തെ വിട്ട്, മദ്യപാനത്തെ വിട്ട്, പാപങ്ങളെ വിട്ട്, ദൈവഹിതമില്ലാത്ത എല്ലാ ദുഷ്ടപ്രവൃത്തികളെയും വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ഒരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.